ശ്രീ റെജിലൂക്കോസ്, അങ്ങേക്ക് മറുപടി നൽകാം. അങ്ങ് നടത്തിയ പ്രതികരണത്തിനുള്ള മറുപടികളാണ് ഇപ്പോൾ മൂന്നുപേരും നൽകിയത്. ശ്രുതി, എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ ചർച്ചയില് വളരെ മാന്യമായ രണ്ടുപേരോടത്താണ് ഞാൻ ചർച്ച ചെയ്യുന്ന ഒരു നിലപാടുണ്ടായി. മൂന്നാമത് ലാസ്റ്റ് സംസാരിച്ച ആള് എന്നെ പലതവണ വിട്ടിയെന്ന് വിളിക്കുകയും എന്റെ പ്രസ്ഥാനത്തെ വിട്ടികളെന്ന് പറയുകയും ചെയ്തപ്പോൾ സ്മൃതി ഇടപെടേണ്ടത് ഇത്തരം സബ്സ്റ്റാൻഡേർഡ് വാക്കുകൾ ഉപയോഗിക്കുന്നവരുടെ ഇടപെടണം. അതൊരു അപമാനമായി ഞങ്ങൾക്ക് അപമാനമായിട്ടില്ല. കേരളത്തില് ഈ ഭൂമിയിലെ ഒരു മാനസിക രോഗി, ഒരു ഭ്രാന്തനും തനിക്ക് ഭ്രാന്തുണ്ടെന്ന് അംഗീകരിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് ഭ്രാന്തെന്ന് പറയുന്നു. ഒരു വിട്ടിയും മറ്റുള്ളവർക്ക് വിവരമുണ്ടെന്ന് വിചാരിക്കില്ല. അവർ മറ്റുള്ളവരെ വിട്ടിയെന്ന് വിചാരിക്കത്തുള്ളൂ. അത്രയ്ക്ക് മോശമായത് ഞാൻ ഇന്നുവരെ ഈ രീതിയിൽ സംസാരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിച്ചിട്ടില്ല. സമനില തെറ്റിയാലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ വിട്ടിത്തം എന്ന് പറയാൻ ശരിയായില്ല. ശരിയാണ്, അങ്ങ് പറഞ്ഞോളൂ. ഇനി അതിന്റെ പല സ്മൃതി ഇടപെടേണ്ടതായിരുന്നു. കാരണം ഈ അതൊക്കെയാണ് നമ്മളൊരു റിപ്പോർട്ടർ ചാനൽ പാർട്ടിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ സംസാരിക്കായിരിക്കും, ഞാൻ സംസാരിക്കുന്നില്ലേ? താങ്കൾ സംസാരിക്കുന്ന താങ്കളെ പോലെ ഒരാളെ ഈ ചർച്ചയിൽ ഇനി താങ്കളോട് ഞാൻ ചർച്ച ഞാൻ എന്നെ ക്ലാരിഫൈ ചെയ്തു. ഞാൻ പറഞ്ഞത് CPM എന്ന പാർട്ടി വിഡിത്തം മനസ്സിലാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് ക്ലാരിഫൈ ചെയ്യണം. സ്മൃതി ക്ലാരിഫൈ ചെയ്യണം. അങ്ങയുടെ വാദമാണ്, ഇല്ലാത്ത കാര്യം പറയരുത്. മറ്റുള്ളവരൊക്കെ വിട്ടികളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു പബ്ലിക് ഭാഗത്ത് പറയുന്നത് സമാന്തരം തെറ്റിയവരാ. ഇത് ഈ മതഭ്രാന്ത് നടക്കുന്നവരുടെ മനസ്സിൽ നിന്ന് പോലെ ഇത്തരം കാര്യങ്ങൾ വരാൻ പറ്റത്തില്ല. ഇവിടുത്തെ വിഷയം എന്താ? ഇവിടെ ശ്രീകുമാർ സാറൊക്കെ എത്രയോ മാന്യമായിട്ട് സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് എത്രയോ ജെന്റിലായിട്ട് ഡിബേറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ വിഷയം എന്താ? ജമാഅത്തെ ഇസ്ലാമി, SDPI ഇത് മതേതരവാദികളാണെന്നാണ് ഈ മനുഷ്യനെ പോലുള്ളവർ പറയുന്നത്. നിങ്ങൾ ആ ബംഗ്ലാദേശിലേക്ക് നോക്കിയേ. ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന അനിശ്ചിതാവസ്ഥ എന്താ? ആ പ്രധാനമന്ത്രി ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാ? ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് നാമധാരികളായ കുറെ ചെറുപ്പക്കാർ നടത്തിയ ഒരു വിപ്ലവത്തിന്റെ പേരിൽ ഇന്ന് അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും വാഷ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുക. അവരെ ഞങ്ങൾ മതവാദികളെന്ന് പറയണോ? ഈ ഭൂമിയിൽ എവിടെയെങ്കിലും പറയോ? മൗദൂദി എന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ശ്രീ റെജിലൂക്കോസ്, നമ്മൾ ചർച്ച ചെയ്യുന്നത് UDF കുറിച്ചാണല്ലോ, അല്ല? UDF ഭാഗമല്ലാത്തൊരു സംവിധാനത്തെ കുറിച്ച് അങ്ങ് ഇത്ര വാചാലനാകുന്നത് എന്തിനാണ്? അല്ല, ഞാൻ പിന്നെ യൂണിഫോമായിട്ട് സംസാരിക്കുന്നത് എന്താ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് അല്ലല്ല, കോൺഗ്രസിനെ കുറിച്ചാണല്ലോ ചോദ്യം. കോൺഗ്രസ് അടങ്ങുന്ന UDF മുന്നണിയിൽ അതുണ്ടോ? ഈ പറയുന്ന സംവിധാനം ഉണ്ടോ? സ്മൃതി, പക്ഷഭേദാകാം, പക്ഷെ അത് എക്സ്ട്രീം ലെവലിലാകരുത്. ഇത് ജനങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത്. ഈ മൂന്ന് പേരേക്ക് പ്രഭാഷണം കൊടുത്തിട്ട് ഞാൻ തുടങ്ങുമ്പോൾ സ്മൃതി ഇങ്ങനെ ഇടപെടുക, അതല്ല എന്റെ ശരി. സ്മൃതിയുടെ ആശയം എന്താണെന്നൊക്കെ നമുക്കറിയാം, അത് പറഞ്ഞോളൂ. പക്ഷെ ഞങ്ങൾ സംസാരിപ്പിക്കലെന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവെ ചർച്ചയിൽ മാന്യമായിട്ട് ഇടപെടുന്ന ആളാണ്. എന്റെ അറിവിൽ, എന്റെ ഇതിൽ ചിലപ്പോ ഒക്കെ നമ്മൾ നിയന്ത്രണം വിട്ടുപോകും, പക്ഷെ ഒരിക്കലും വാക്കുകൾ കൈവിടാറില്ല. ഇവിടെ മതമാണ് 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 ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞത് ആരാ? 2 തവണ കേരള നിയമസഭയിലിരുന്ന KM ഷാജിയെ പറഞ്ഞേ വിമർശിക്കണ്ടേ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന SDPI എന്ന് ഞങ്ങൾ പരസ്യമായിട്ട് ബന്ധപ്പെടുന്നു, അവരുമായിട്ട് ഞങ്ങൾ കൂട്ടിയേരുന്നു പറഞ്ഞാൽ വിമർശിക്കണ്ടേ? നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ട് വഴങ്ങുന്ന കേരളമാണോ? ഇടതുപക്ഷക്കാരൻ അതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ വിമർശിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. മതേതര കേരളത്തിലെ മുസ്ലിംസ് അതൊന്നും അംഗീകരിക്കുന്നില്ല. ഇവരെ പോലുള്ള ഭ്രാന്തി പിടിച്ചന്മാരെയും ഇവരെ പോലുള്ള മതവാദികൾ, തീവ്രവാദികളൊന്നും കേരളത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കത്തില്ല. അതിൽ യാതൊരു തരത്തിലും ഞാനൊക്കെ അവരോടൊപ്പം ജീവിച്ചിട്ടുള്ള വർഷങ്ങളോളം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, വർഗീയത പറഞ്ഞു പച്ചയ്ക്ക് വർഗീയത. കേരളത്തിലെ മതേതര സമൂഹം വെള്ളാപ്പള്ളിയുടെ വർഗീയത അംഗീകരിക്കുന്നുണ്ടോ ശ്രീ റെജിലൂക്കോസ്? ഒരു വർഗീയത അംഗീകരിക്കില്ല, ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയാം. കേവലം 1 വർഷം മുമ്പ്, 1 വർഷമായിട്ടില്ല, കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഒറ്റ വർഗീയവാദികളുടെയും മതവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു കേരളത്തിൽ, M സ്വരാജ്. നിലവിൽ കിട്ടിയ വോട്ടിനേക്കാളും വോട്ട് വർദ്ധിപ്പിച്ചു. ഞങ്ങൾ പരാജയപ്പെട്ടു. അത് പറയാൻ തന്റെ ഉള്ള ഈ അപകടകരമായ അവസ്ഥയിൽ മതഭിന്നതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരുടെ കാലഘട്ടത്തിൽ ഉയർന്ന ഒരു ഗ്ലാമർ ശബ്ദമായിരുന്നു M സ്വരാജിൻ്റെത്. കേരളം അതിന് കൈകൊടുക്കും നാളുകളിൽ. കേരളം ഒരിക്കലും ഇവർക്കൊന്നും ഇണങ്ങിയ ഭൂമിക. പരാജയപ്പെട്ടത് മതേതരവാദിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണോ? അപ്പൊ ഈ വോട്ട് ചെയ്തവരെയൊക്കെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതൊരു വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വോട്ട് ചെയ്തവർ മുഴുവനും മതേതരവാദികളായ അല്ല, വർഗീയവാദികളാണ്. അവരെ എങ്ങനെയാണ് നിങ്ങൾ ഇത് കാണുന്നത് എന്നോട് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണല്ലോ ഇവരെ പോലുള്ളവരെ വളർത്താനായിട്ട് കോൺഗ്രസ് കിണഞ്ഞ് ശ്രമിക്കുന്നത്. ഇവർക്ക് അംഗീകാരം നൽകി ഇവരെ നിയമസഭയിൽ എത്തിക്കാനായിട്ട് കിണഞ്ഞ് ശ്രമിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇത്തരക്കാരെ വളർത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. അവർക്കൊപ്പം വോട്ട് ചെയ്യുന്ന കോൺഗ്രസ് അല്ലേ ഇവർക്ക് വളം വെച്ചു കൊടുക്കുന്നത്?
ശ്രീ രജനി ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിൽ പേരിന് പോലും പ്രതിപക്ഷമില്ലാത്ത ചിത്രമാണ് കണ്ടത്. അതിന്റെ ഒരു കാരണം വെള്ളാപ്പള്ളി കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ അങ്ങ്? വെള്ളാപ്പള്ളിയെ ഞാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. സ്മൃതിയുടെ ചർച്ച പറഞ്ഞ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെള്ളാപ്പള്ളിയെ പോലെ ഒരു വർഗീയവാദിയെ ഞാൻ അംഗീകരിക്കുന്നില്ല. അങ്ങ് അംഗീകരിക്കാതിരുന്നോണ്ടായില്ലല്ലോ. അങ്ങയുടെ പ്രധാനപ്പെട്ട നേതാവ് പിണറായി വിജയൻ തള്ളി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ അത് നൽകുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ ഇങ്ങനെ ഇത് ഈ ചോദ്യങ്ങൾ 100 തവണ ആവർത്തിക്കൂ. ആ 100 തവണ ആവർത്തിക്കുന്നതോറും പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ കോളേജ് ജീവിതം പോലെ ഈ നിമിഷം വരെ ഈ മത തീവ്രവാദിക്കെതിരെ തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ആ മനുഷ്യനുള്ള സംഭാവന കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ വാക്കുകളിലൂടെ തന്നെ അറിയുള്ളൂ. അതെനിക്ക് പറയാനുള്ളൂ. ഞങ്ങളൊക്കെ മനുഷ്യരായിട്ടോട് ജീവിക്കുന്നവരാ. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഹസ്കറിന് എന്താണത് മനസ്സിലാകാത്തത് ശ്രീ രജുലുക്കോസ്? അത് അദ്ദേഹത്തിന്റെ ഐഡിയ ആയിരിക്കും. അത് ഞാനെന്ന് പറയാൻ പറ്റും. എനിക്കിപ്പോ അദ്ദേഹത്തിന് ബ്രെയിനിൽ കയറി എന്തായാലും ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും സംശയമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളിൽ നിന്ന് വരികയാണ്. അതിനെ ഗൗരവത്തിൽ കാണുകയാണ് വേണ്ടത്. അത് വ്യക്തിപരമായി ഒരാളെ വേർതിരിച്ച് കണ്ട് പറയുകയല്ല വേണ്ടത്. ഇത് ഒരാൾ മാത്രമായി അങ്ങ് കരുതരുത്. അല്ല, സീസണൽ ആയിട്ട് മാറുന്നവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാനായിട്ട്? നിങ്ങൾ കൺസിസ്റ്റൻസി ഉള്ളവരെ കുറിച്ച് സംസാരിക്കും. ഓരോരുത്തർക്കും അവരുടെ സ്വയം മാറ്റം ഉണ്ടായിരിക്കാം. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം ഇവിടെ 0 ആയി പോകണ്ടല്ലേ? 0 ആയി പോകണ്ടല്ലേ? 2010 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ പ്രാദേശിക തെരഞ്ഞെടുപ്പിലുള്ള സീറ്റുകളുടെ എണ്ണം നിങ്ങൾ ആലോചിക്കുക. ഇതിലൊക്കെ എത്ര താഴോട്ട് പോയി? ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ചാപ്പ കുത്തുന്നോറും കേരളത്തിലെ ജനങ്ങൾ മനസ്സമാനത്തോട് കേരളത്തിൽ ജീവിക്കണമെന്നും വികസനം വേണമെന്നും ആഗ്രഹിക്കുന്ന കേരളത്തിലെ പുതിയ തലമുറ ഒരു കാരണവശാലും വർഗീയത പറയുന്നവർ വോട്ട് ചെയ്യാൻ. അവർക്ക് വർഗീയതൊന്നുമല്ല വേണ്ടത്. നമ്മുടെ യുവാക്കൾക്ക്, അവർക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ട അതൊന്നുമല്ല. കേരളത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ, നാടുകളിലെ കേരളത്തിൽ ഭദ്രമായി ജീവിക്കാൻ വേണ്ടത് അടിത്തറമാകുന്ന ഒരു ഗവൺമെന്റിനെ അവർ സ്വീകരിക്കത്തുള്ളൂ. ഇവര് ഈ ചാനലിലൊക്കെ ഇരുന്നുകൊണ്ട് യുഡിഎഫിന്റെ ഭാഗത്ത് ഉയർന്ന ഒരു വർഗീയ പരാമർശം അങ്ങ് ചൂണ്ടിക്കാണിക്കൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം കേട്ട വർഗീയ പരാമർശം അങ്ങ് ചിലത് ചൂണ്ടിക്കാണിക്കൂ. ഏത് പാർട്ടിയുടെ? യുഡിഎഫിന്റെയോ? അങ്ങ് യുഡിഎഫിനെതിരെയാണല്ലോ പറയുന്നേ. അല്ല, ഞാൻ പറയട്ടെ. വർഗീയ പരാമർശം എന്ന് പറഞ്ഞത് 2 കാര്യങ്ങൾ ഞാൻ പറയാം. KM ഷാജി എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് മതമാണ് വലുത്. മുസ്ലിം ലീഗ് ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മതത്തിന് വേണ്ടി പ്രവർത്തിക്കും, ഞങ്ങളുടെ ആൾക്കാരെ വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹം 4 മാസം മുസ്ലിം ലീഗ് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പാർട്ടിയാണ്. ആ മതന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് വർഗീയ ലക്ഷ്യത്തോടെയാണെന്ന് അങ്ങ് എങ്ങനെ പറയും? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം. എന്ത് മനസ്സിലാക്കാം? ഇന്ത്യയിലും ഓരോ മതങ്ങൾക്കും ഓരോ ടെർമിൽ കൊടുക്കുക. മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ലീഗ് എന്നുള്ളത് ഒരു രഹസ്യമായ കാര്യമൊന്നുമല്ല. അങ്ങെന്താണ് ഒരു പുതിയ അറിവ് പോലെ പറയുന്നത്? അല്ല, അത് ഞാൻ അംഗീകരിച്ചു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ അനുവദിക്കരുത് എന്നൊരു അഭിപ്രായം അങ്ങേക്കുണ്ടോ? അങ്ങ് ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയാണല്ലോ. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് ചില കാര്യങ്ങൾ അവകാശപ്പെടാം, അത് പറഞ്ഞുകൂടാ, ചോദിച്ചുകൂടാ എന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? അതിനൊരു മറുപടി പറയാം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഇവര് പറഞ്ഞത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മലപ്പുറം ജില്ലയിലുണ്ടായ വിദ്യാഭ്യാസ മേഖലകളിലുണ്ടായ മുന്നേറ്റം ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ SLCക്കും +2നും ഡിഗ്രിക്കും മെഡിസിനും ഒക്കെ എൻട്രൻസ് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത മലപ്പുറം ജില്ലയിലെ കുട്ടികളാ. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് എന്തെങ്കിലും പക്ഷപാതം ഉണ്ടെന്നുണ്ടെങ്കിൽ കൈപിടിച്ചു തീർത്തു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഉദാഹരണം 10 വർഷം കൊണ്ട് ഈ 10 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയതാ. അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് എല്ലായിടത്തും എല്ലാ സമഗ്ര മേഖലകളിലും നമ്മുടെ കേരളത്തിന്റെ വളർച്ച നേടിയത് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിലുള്ളപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ മുസ്ലിം ലീഗിലെ എല്ലാവരും മതവാദികളെന്ന് ഞങ്ങൾ പറയുന്നത്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു മതവാദിയാണ് ഞാൻ ഒരിക്കലും പറയത്തില്ല. അദ്ദേഹം നല്ലൊരു മതേതരവാദിയാ. എനിക്ക് വളരെ ഇഷ്ടമുള്ള കേരളത്തിലെ നേതാക്കന്മാരിൽ 3-4 പേരുള്ള അദ്ദേഹം. പക്ഷേ ഈ വർഗീയ ഭീകരന്മാരോടൊപ്പം കൂട്ടുകൂടി ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ SDPI പോലുള്ള കൂട്ടുകൂടി ഞങ്ങൾ വർഗീയവാദികളില്ലെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കത്തില്ല. അതിന് കാരണം മൗദൂദിയെ മാത്രം വായിച്ചാൽ മതി. കേരളത്തിൽ ജനത്തിൽപ്പെട്ട മലപ്പുറത്തെ ചിത്രമാണ് ഞാൻ അങ്ങയോട് പറഞ്ഞത്. പ്രതിപക്ഷ പേരിന് പോലും ഇല്ല എന്നുള്ള കാര്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.